അപ്പോൾ ഈ പ്രാവശ്യത്തെ നമ്മുടെ വലിയ പെരുന്നാൾ മൂത്തിക്കാക്കാടെ വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ. അവിടെ കഴിഞ്ഞ പ്രാവശ്യങ്ങളൊന്നും അവരാരും ഉണ്ടായിരുന്നില്ല. ഈ പ്രാവശ്യം അവരെല്ലാവരും നാട്ടിലുണ്ട്. എല്ലാവരും ഇല്ല, എന്നാലും ഉള്ളവരൊക്കെ കൂടി കൂടാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇന്ന് രാവിലത്തെ ചായയുടെ കടി മാത്രം ഉണ്ടാക്കിയാൽ മതി. പിന്നെ ഞാൻ നമ്മുടെ വീട്ടിൽ പെരുന്നാളായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ, അതുകൊണ്ട് പരിപ്പ് പായസം വെച്ചു കേട്ടോ. ഇത് ശർക്കരയും തേങ്ങാപ്പാലും അല്ല കേട്ടോ, പഞ്ചസാരയും പാലും ചേർത്തിട്ടുണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ എൻ്റെ പെരുന്നാൾ കൊടി എന്ന് പറയണത് എപ്പോഴും പെരുന്നാൾ കൊടി ആയിട്ടൊന്നും എടുക്കാറില്ല. എപ്പോഴെങ്കിലൊക്കെ നല്ല ഡ്രസ്സ് വീട്ടിലിടുന്നതാണ് കൂടുതൽ എടുക്കാറ്. പുറത്തങ്ങനെ ഇടണമെന്നും വാങ്ങാറില്ല കേട്ടോ. എല്ലപ്പോഴും എന്തെങ്കിലും അത്യാവശ്യം കല്യാണം കുടുംബങ്ങളിലൊക്കെ വരുമ്പോൾ മാത്രമേ വാങ്ങാറുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ചുരുക്കി കുളിച്ച് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കാക്കാട് വീട്ടിൽ ചെന്നപ്പോൾ അവിടെ സേമിയ പായസമാണ്. പിന്നെ നമ്മുടെ ബിരിയാണിയും കാര്യങ്ങളൊക്കെ വന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതാ ഇവിടെ ഒരു ഉണ്ണിക്കുട്ടൻ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. കയ്യിൽ പൈസ ഉണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, 2 ചില്ലറ ഉണ്ടായിരുന്നില്ല, ഒരെണ്ണം എനിക്ക് തന്ന്, ഒരെണ്ണം അവനെടുത്തു കേട്ടോ. ഞാൻ തിരിച്ചു കൊടുത്തു പാവൻ്റെ കുട്ടി. അങ്ങനെ അതാ നമ്മുടെ ബിരിയാണിയൊക്കെ ഇവിടെ സീൽ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്, പൊട്ടിച്ചിട്ടില്ല. പിന്നെ ഓരോരുത്തരിനി വരാനൊക്കെ ഉണ്ട് കേട്ടോ, എറണാകുളത്തു നിന്നും എല്ലാത്തടത്തു നിന്നൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് 4ാമത്തെ ഇക്കാക്കയുടെ മൂത്ത കുട്ടിയാണ് കേട്ടോ. അവർ നിങ്ങളോട് ഈദ് മുബാറക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലാവരും ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ചു. ഒരു വർത്തമാനവും ചിരിയും കളിയും ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കാതെ തന്നെ എല്ലാവരും വെള്ള ഷർട്ട് ഇട്ടുകൊണ്ട് വന്നു. ഒരാളൊഴിച്ചിട്ട് 5 ഇക്കാക്കന്മാരാണ് കേട്ടോ ഇവിടെ. അതിനകത്ത് ഇക്ക മാത്രം ഇട്ടില്ലാണ്ട് പിന്നെ എല്ലാവരുടെ കൂടി ഉന്തി തള്ളിയിട്ട് വെള്ള ഷർട്ടൊക്കെ ഇട്ടിട്ട് വന്നു കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഫുഡൊക്കെ വിളമ്പി. ആദ്യം ഇവിടെ എപ്പോഴും ഇക്കാക്കന്മാരും കുട്ടികളും കൂടിയിട്ടിരിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പെണ്ണുങ്ങൾ ഇരിക്കാറുള്ളൂ. അപ്പോൾ എനിക്ക് ഇടയ്ക്ക് വരാറുള്ള കമൻറ്റുകളിലൊന്നാണ് ഇക്കാട് വീട്ടിൽ ആരൊക്കെ ഉള്ളതെന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇക്കാക്കന്മാർ 5 ആണുങ്ങളാണ്, പെൺമക്കളില്ല. വെള്ള ഷർട്ട് ഇട്ടിരിക്കുന്നത് 5 പേരാണ് കേട്ടോ. പിന്നെ അല്ലാതിരിക്കുന്ന ഒരാൾ 6ാമത്തെ ആളെന്ന് പറഞ്ഞാൽ മൂത്തിക്കാക്കയുടെ മോനാണ് കേട്ടോ. അപ്പോൾ മക്കളും ഇക്കാക്കന്മാരൊക്കെ കൂടിയിട്ട് ഒരുമിച്ചൊരു സെറ്റായിട്ടിരുന്നു. ഇവർ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പെണ്ണുങ്ങളിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് സ്വസ്ഥമായിട്ട് കുറച്ച് വർത്തമാനം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടിരുന്ന് കഴിക്കാമല്ലോ. അപ്പോൾ നമ്മുടെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞിട്ട് ഞാൻ ചേച്ചിക്കുള്ള ഫുഡ് ഇങ്ങനെ ഒരു പ്ലേറ്റിൽ വിളമ്പി കൊണ്ട് കൊടുത്തു കേട്ടോ. ഞങ്ങളുടെ വീട് തൊട്ട് ഒരു മതിലിൻ്റെ അപ്പുറത്തും കേട്ടോ. പിന്നെ അതൊക്കെ ഭക്ഷണം കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്യുന്നതൊക്കെയാണ് കേട്ടോ. ശരിക്കും നമ്മൾ കുടുംബത്തുള്ളവരൊക്കെ തമ്മിൽ വലിയ വിഭവസമൃദ്ധമായിട്ടൊന്നും ഒരുക്കിയില്ലെങ്കിലും ആരെങ്കിലും ഒരാൾ മുൻകൈ എടുത്ത് എല്ലാവരും ഒന്ന് വിളിച്ചു കൂട്ടി ഒരു ഭക്ഷണമൊക്കെ കൊടുക്കുമ്പോൾ എന്താ പറയുക, ഒരു പ്രത്യേക ഒരു സന്തോഷമാണ് കേട്ടോ. നമുക്ക് ആരൊക്കെയോ ഉള്ളൊരു ഫീലൊക്കെ തോന്നും. പിന്നെ എറണാകുളത്തുള്ള ഇക്കാക്കായി താത്തായും വന്നപ്പോൾ ഒരു കേക്കൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ അതാ ഇവിടെ ഒരാൾ കേക്കിൽ തൊട്ട് കളിക്കണം എന്ന് പറഞ്ഞ് ബഹളം തുടങ്ങി കേട്ടോ. അപ്പോൾ അങ്ങനെ കേക്കൊക്കെ മുറിച്ചു. അതിൻ്റെ ഇടയിൽ കുറച്ച് തമാശയും കളിയും ചിരിയൊക്കെ ആയിട്ട് അങ്ങനെ ഇന്നത്തെ പെരുന്നാൾ നല്ല ഉഷാറായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കാറുള്ളൊരു ചോദ്യമായിരുന്നു, ഇക്ക ഇവിടെ നാട്ടിലുണ്ടോ എന്നൊക്കെ കേട്ടോ. അപ്പോൾ ദാ ഇക്ക ഇവിടെ തന്നെ ഉണ്ട്. ഇക്കാക്കാണ് ഈ കേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇക്കാക്ക് മധുരം ഇഷ്ടമില്ലാത്തതുകൊണ്ട് മൊത്തം വേണ്ടാന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു സ്പൂൺ എടുത്തിട്ട് എനിക്ക് തന്നെ തിരിച്ചു തന്നു കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത കൊല്ലം പെരുന്നാളിനൊക്കെ നമുക്കിങ്ങനെ കൂടാൻ വേണ്ടിയിട്ട് എല്ലാവരും നാട്ടിൽ ഒരുമിച്ച് ഉണ്ടാവണമെന്നൊന്നുമില്ല കേട്ടോ. കൂടുമ്പോൾ ഇമ്പമുള്ള ഒന്നാണ് കുടുംബം എന്നല്ലേ പറയാ. അത് നമുക്ക് ശരിക്കും ഇങ്ങനെ കൂടുന്ന സമയത്ത് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ഇനിയും കൂടാനും കാണാനും സന്തോഷിക്കാനൊക്കെ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ